നിങ്ങൾ വിചാരധാരയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ആ വിചാരധാര പ്രകാരം നിങ്ങൾ ഹിന്ദു രാഷ്ട്രം വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആവശ്യമില്ലാത്ത ഒന്നും പറയാൻ പോണ്ട. എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അവിടെ ഇവിടെയൊക്കെ തൊടാതെ പറഞ്ഞാൽ മതി. ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഹിന്ദു രാഷ്ട്രം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഗോൾ വർക്കർ അടക്കമുള്ള ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നിട്ടുള്ള ഗോഡ്സെ അടക്കമുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള മോദി അടക്കം ഹിന്ദു രാഷ്ട്രം വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവളാള് കൊള്ളാമല്ലോ. സത്യം അവള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? അതുകൊണ്ട് നിങ്ങളോട് ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്. മുസ്ലിങ്ങളെ അടിച്ചമർത്തി കഴിഞ്ഞ് ക്രിസ്ത്യാനികളെ അവസാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പേടിക്കലടാ. ഞാൻ പറയുന്നു, വിചാരധാര അനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല ബി ജെ പി. വിചാരധാര തള്ളിപ്പറയോ ബി ജെ പി? വിചാരധാര തള്ളിപ്പറയോ ബി ജെ പി? അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. അതല്ല ഉദ്ദേശം. ഞാൻ മാറി വിചാരധാരയെ ഗോൾ വാൾക്കർ തള്ളിപ്പറയോ? അല്ല, ഗോൾ വാൾക്കർ തള്ളിപ്പറയോ? അല്ല, ഭരണഘടനയാണോ പ്രധാനം വിചാരധാരയാണോ? അല്ല, ഭരണഘടനയാണോ പ്രധാനം വിചാരധാരയാണോ? ഭരണഘടനയാണോ വിചാരധാര പ്രധാനം? ഏതാ ഭരണഘടനയാണോ? അല്ല, ഭരണഘടനയല്ലേ ഭരണഘടന? അല്ല, ഭരണഘടനയാണോ? ഭരണഘടനയാണോ? ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. ഭരണഘടനയാണോ? അല്ല, ഭരണഘടനയല്ലേ ഭരണഘടന? അല്ല, ഭരണഘടനയാണോ? ഭരണഘടനയാണോ? ഹലോ, കേൾക്കുന്നില്ല. മേഡം ചോദിച്ചല്ലോ ഇത് ഹിന്ദു രാഷ്ട്രമാണോ എന്ന്. ഞങ്ങൾ ഉറച്ചു പറഞ്ഞു ഇത് ഹിന്ദു രാഷ്ട്രമാണ്. ഏത് തന്ത്രയില്ലാത്തത് പറഞ്ഞത്? അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ ഉറച്ചു പറഞ്ഞു ഇത് ഹിന്ദു രാഷ്ട്രമാണ്. അപ്പൊ കുട്ടിത്തേവാങ്ങിന്റെ മനസ്സിലിരിപ്പ് ചെറുതൊന്നുമല്ല. ഞങ്ങൾ ഉറച്ചു പറഞ്ഞു ഇത് ഹിന്ദു രാഷ്ട്രമാണ്. ഓരോ സംശയം വേണ്ട. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. എന്തു ചെയ്യാം? ഹതഭാഗ്യരായ ഇവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല. അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. രാജ്യം മതേതര രാഷ്ട്രം സാർ, ഭരണഘടന പ്രകാരം. മണ്ടയില്ലാത്ത തന്നോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ നൂര